റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ 17ാം രാവ് വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായി ആചരിച്ചു. വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും വിജയക്കൊടി ഉയർത്തിക്കാട്ടിയ ബദർ യുദ്ധം ആരംഭിച്ചത് റംസാൻ 17-നാണ്. തുല്യതയില്ലാത്ത വിധം ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും തമ്മിലുണ്ടായ പോരാട്ടമായിരുന്നു ബദർ യുദ്ധം. കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്തിന്റെ റംസാൻ 17ന്റെ നോമ്പുതുറ വിപുലമായി സംഘടിപ്പിച്ചു. റമദാൻ മാസത്തിലെ 17ാം രാവ് വിശ്വാസികൾക്ക് പുണ്യം പകർന്നതായി. വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും വിജയക്കൊടി ഉയർത്തിക്കാട്ടിയ ബദർ യുദ്ധം ആരംഭിച്ചത് റംസാൻ 17-നാണ്. തുല്യതയില്ലാത്ത വിധം ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും തമ്മിലുണ്ടായ പോരാട്ടമായിരുന്നു ബദർ യുദ്ധം. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം എന്ന നിലയിലും ബദർ യുദ്ധത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ശത്രുവ്യൂഹത്തെ നിരായുധരായ ചെറിയൊരു സംഘം വിശ്വാസശക്തി കൊണ്ട് നേരിട്ടു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ അംഗീകരിച്ചിട്ടില്ലെന്നും നിർബന്ധിത ഘട്ടത്തിൽ മാത്രമേ ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുള്ളൂ എന്നുമാണ് ബദർ യുദ്ധം നൽകുന്ന മഹത്തായ സന്ദേശം. കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ റംസാൻ 17ന്റെ നോമ്പുതുറ വിപുലമായി സംഘടിപ്പിച്ചു. കടുത്ത ചൂടിലാണ് ഈ വർഷത്തെ റംസാൻ മാസത്തിലെ വിശ്വാസികൾ വ്രതാനുഷ്ഠാനം നടത്തിയത്. 15 ദിവസങ്ങൾ പൂർത്തീകരിച്ച് കൂടുതൽ പുണ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ അവരുടേതായിട്ടുള്ള ശ്രമത്തിലാണ്. കൂടുതൽ ഖുർആൻ പാരായണങ്ങൾ വായിച്ചും കൂടുതൽ സക്കാത്തുകൾ വിതരണം ചെയ്തും തുടർന്നുള്ള ദിവസങ്ങളിലെ റംസാൻ മാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് ഇന്നും നാളെയും. ബദർ എന്ന ധർമ്മസമരത്തെ അനുസ്മരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റംസാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി ബദറിനെ ദിനങ്ങളെ അയവിറക്കിക്കൊണ്ട് ബദർ അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചും കൂടുതൽ ഖുർആൻ പാരായണങ്ങൾ നടത്തിയും ഈ ദിനങ്ങളെ കൂടുതൽ വിശ്വാസികൾ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. നോമ്പുതുറയും ബിരിയാണി വിതരണവും നടത്തി. നോമ്പ് 30 ദിവസങ്ങളിലും കഞ്ഞിയും പയറും നാട്ടുകാർക്കായി വിതരണം ചെയ്യുന്നുണ്ട്. ജാതിമത ഭേദമന്യേ പ്രദേശത്തുള്ളവർ കഞ്ഞി വാങ്ങാനായി എത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റവും കഠിനമായ ചൂട് കാലാവസ്ഥ ഉള്ള സമയത്താണ് ഈ വർഷത്തെ റംസാൻ വന്നിരിക്കുന്നത്. ഈ കഠിനമായ ചൂടിലും ശക്തമായി ഇസ്ലാമിക ചര്യകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നതാണ് നാം കാണുന്നത്. ഇന്ന് 17ാം രാവാണ്. ഈ റംസാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നോമ്പുതുറ നടത്തുക എന്ന ലക്ഷ്യമാണ് പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പരിപാലന കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും വിശിഷ്ടമായ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആരാധനകളും ഏറ്റവും കൂടുതൽ അനുഷ്ഠാനങ്ങളും നടത്തി ഇസ്ലാമിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ റമദാനിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ എല്ലാ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുകയാണ് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി. പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ്, സെക്രട്ടറി ഹക്കിം മാളിയകൽ, മുൻ പ്രസിഡന്റ് കെ നൌഷാദ്, വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി, ഖജാൻജി സലിം, പരിപാലന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.